കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. കാരണക്കാർ കേരള സർക്കാർ. ഇത്തരത്തിലായിരുന്നു ആദ്യ സമയങ്ങളിലൊക്കെ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും BJPയുടെയും ഒക്കെ നേതാക്കന്മാരും അണികളും പ്രവർത്തകരും ഒക്കെ പറഞ്ഞു നടന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പ്രധാന ഘടകമായി നിൽക്കുന്നത് സർക്കാരാണ് എന്ന്. പക്ഷെ പിന്നീട് ധനമന്ത്രി അടക്കം അല്ലെങ്കിൽ CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ നേതാക്കന്മാരും അണികളും പറയുന്നു, കേരള സർക്കാർ മാത്രമല്ല നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാർ കൂടിയാണ്. അതായത് സർക്കാരിന് കടമെടുക്കുവാൻ കഴിയുന്ന പരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറയ്ക്കുന്നു. അത്തരത്തിലൊരു നടപടി കാരണമാണ് കേരള സർക്കാർ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നത് എന്ന വാർത്തകൾ മാധ്യമങ്ങളിലൂടെയും മറ്റും പരക്കുന്നു. അങ്ങനെ അതുവരെ ഈ നാട്ടിലെ മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയുടെയും ഭാരങ്ങൾ, കെട്ടുമാറാപ്പുകൾ മുഴുവൻ സർക്കാരിന്റെ മുകളിലേക്ക് തട്ടിയിട്ടിരുന്ന BJP സമ്മർദ്ദത്തിലാകുന്നു. നിർമ്മലാ സീതാരാമൻ അടക്കമുള്ളവരെ കുറ്റം പറയുന്നു. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഘടകം കേന്ദ്ര സർക്കാരാണെന്ന് ഊന്നി പറയുന്നു. അങ്ങനെ കേരളത്തിലെ BJP നേതാക്കന്മാർ വലിയ സമ്മർദ്ദത്തിലാവുന്നു. ഇപ്പോൾ ഇത് അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ പാടെ അകറ്റുന്ന തരത്തിലേക്കുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കേന്ദ്രം കേരളത്തിനോട് അയവ് കാണിക്കുന്നു. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് കേരളത്തിന് കടമെടുക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലുള്ള നടപടികൾ ആരംഭിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കടബാധ്യതയുടെ ഭാരം കുറയ്ക്കുവാൻ ഉള്ള വലിയൊരു ആശ്വാസം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു തന്ത്രപരമായ നീക്കം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പൂർണ്ണമായും ഈ പറയുന്ന തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി, ഇനി അങ്ങോട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിലും ഇനിയുള്ളതാണെങ്കിലും ഒക്കെ കേരള സർക്കാരിന്റെ മുകളിൽ വെച്ച് കെട്ടാൻ കഴിയുന്ന തരത്തിലേക്കുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പകളുടെ പേരിൽ സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഈ വർഷം 3740.7 കോടി രൂപ വെട്ടിക്കുറച്ച നടപടിയാണ് കേന്ദ്ര സർക്കാർ ഒരു വർഷത്തേക്ക് നീട്ടിവെച്ചത്. ഇത് സർക്കാരിന് വലിയ ആശ്വാസമാണ്. നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കുവാൻ പറ്റിയ ഒരു അവസരമാണ്. സാധാരണക്കാരന്റെ പെൻഷനും ശമ്പളവും ഒക്കെ കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ആശ്വാസകരമായ വാർത്തയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇനി കേരളം ഉണ്ടാക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക്, സർക്കാരിനുണ്ടാകുന്ന സാമ്പത്തികപരമായ ക്ലേശങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കാരണക്കാരല്ല എന്നുള്ള സന്ദേശം കൂടിയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഇനി കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുവാൻ കേരളത്തിലെ മന്ത്രിസഭകൾക്കോ ധനകാര്യ വകുപ്പ് മന്ത്രിക്കോ പിണറായി വിജയനോ CPMന്റെയോ CPIയുടെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികൾക്കോ നേതാക്കന്മാർക്കോ കഴിയില്ല എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ആശ്വാസകരമായ വാർത്ത. സംസ്ഥാന സർക്കാരിന് എന്തായാലും ഇത്രയും തുക മാർച്ചിന് മുമ്പ് കടമെടുക്കുവാൻ സാധിക്കും എന്ന ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധിയിൽ നടപ്പിലാക്കിയ വിലക്ക് ഇപ്പോൾ ഒഴിവാക്കുമ്പോൾ ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ചുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ പെൻഷൻ തുക നൽകുവാനൊക്കെ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു അവസ്ഥയാണ് നിലവിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 2 മാസത്തെ അടക്കമുള്ള പെൻഷൻ ലഭിക്കാതെ ഇരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ 2 മാസത്തെ പെൻഷൻ കൊടുക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്ത ഈ നടപടിയിലൂടെ. പക്ഷേ അവിടെയും സർക്കാർ പറയുന്ന ഒരു കാര്യം, ആദ്യം പറയുന്നു 2 മാസത്തേക്കുള്ള പെൻഷൻ തുക കൊടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് മറ്റു ചിലവുകൾക്ക് കൂടി ഈ പണം കൃത്യമായി വിനിയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ, അതായത് മറ്റു ചിലവുകൾ കുറച്ചുകൂടി കൂടുതലായി വരികയാണെങ്കിൽ 2 മാസം എന്നുള്ളത് 1 മാസത്തെ പെൻഷനായി കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്നു. സാധാരണക്കാരായ മനുഷ്യൻ ഇനിയും ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥയിലേക്കാണോ ഇത്ര കടമെടുപ്പ് പരിധി കൂട്ടിയപ്പോഴും അല്ലെങ്കിൽ ആ വിലക്ക് ഒഴിവാക്കിയപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും കൃത്യമായി ആ പെൻഷൻ കൊടുക്കാനുള്ള ഒരു മനസ്സില്ല. മറ്റു ചെലവുകളോട് പരിഹരിച്ചതിന് ശേഷം മാത്രമേ സാധാരണക്കാരൻ അധ്വാനിച്ചതിന്റെ പെൻഷൻ കൊടുക്കാൻ കഴിയൂ എന്നുകൂടി ഒരു ആശങ്ക കൂടി മന്ത്രി പ്രകടിപ്പിക്കുന്നുണ്ട്. CIGU കണക്ക് പ്രകാരം 2021-22 വർഷത്തിനിടെ കിഫ്ബിയും പെൻഷൻ കമ്പനിയും കൂടെ ചേർന്ന് 9422 കോടി രൂപ കടമെടുത്തിരുന്നു. ഇതിനെ തുടർന്നാണ് 3240.7 കോടി രൂപ വീതം വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനത്തിലെത്തുന്നത്. പക്ഷേ ആ തീരുമാനം കേരളം നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച ഒരു നിവേദനത്തിന്റെ പുറത്ത് ആ നീക്കം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ ഒരു അവസ്ഥയാണ് കേരള സർക്കാരിനെ സംബന്ധിച്ചോളം സാമ്പത്തികപരമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, സാമ്പത്തികപരമായി ശ്വാസം മുട്ടി ജീവിക്കുന്ന കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ ഒരു തീരുമാനമായി മാറിയത്. ഇത്തവണയെങ്കിലും പെൻഷൻ കൃത്യമായി കൊടുക്കാൻ സർക്കാരിന് സാധിക്കട്ടെ. കേന്ദ്ര സർക്കാരിന്റെ പേരിലേക്ക് ഇനി പഴിയിടാൻ കഴിയില്ല കേരള സർക്കാരിന്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന സാമ്പത്തിക പ്രതിസന്ധികളിൽ കേന്ദ്ര സർക്കാരിന്റെ പേര് പറഞ്ഞ് തടി തപ്പാതെ വരുന്ന ക്രിസ്മസിന് സാധാരണക്കാരനായ മനുഷ്യന് അവൻ അധ്വാനിച്ച അവന്റെ വിയർപ്പിന്റെ തുകയായ പെൻഷൻ തുക കൃത്യമായി കൊടുക്കാൻ കേരള സർക്കാരിന് സാധിക്കണം എന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു സംസ്ഥാന സർക്കാരിന്.